അപ്പൊ വീടിന്റെ അയൽപക്കം വളരെ പ്രധാനമാണ്. നമ്മൾ വീട് വെക്കുന്ന മണ്ണ് അതിപ്രധാനമാണ്. ഇതിനിപ്പോ നമ്മള് ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനും ഗുണാണ്. നമ്മളുടെ വീടിനെ പറ്റി മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ അതിനും സൗകര്യമാണ്. മണ്ണ് വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി വല്ലദീ ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. നല്ല മണ്ണിൽ നിന്നാണ് നല്ല സസ്യങ്ങൾ ഉണ്ടാകുന്നത്. നല്ല ഫലഭൂയിഷ്ഠതയുള്ള മണ്ണാണെങ്കിൽ നല്ല നെല്ല്, നല്ല ഗോതമ്പ്, നല്ല പച്ചക്കറികൾ. മണ്ണ് മോശാണെങ്കിലോ ഈ നല്ലതൊന്നും ഉണ്ടാവില്ല. ഞാൻ പറയട്ടെ, നല്ല മണ്ണിന്റെ ചില അടയാളങ്ങളുണ്ട്. അതിലൊന്ന്, ആ മണ്ണ് മൃഗങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കലാണ്. ഒരാള് ഒരു പ്ലോട്ട് വാങ്ങാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ഒരു പശു പുല്ലുമേയുന്നു, അതല്ലെങ്കിൽ 4 ആടുകൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കതിന് മാർക്കിടാം, ഇതൊരു നല്ല മണ്ണാണ്. ഇനിയിപ്പോ ഇരിക്കുന്നവരെ റിയൽ എസ്റ്റേറ്റുകാരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വാള് കേട്ട ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ നിന്ന് വാങ്ങുന്നവരുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഒരു പശുവിനെ കെട്ടിയിട്ട് അത് കച്ചവടാക്കണം എന്നുള്ളതിനായിട്ട് ഇത് ഉപയോഗിക്കരുത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ ആമീൻ പറയുന്നില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അങ്ങനെയാ തെളിവെന്താ? അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിൽ സ്വീകരിക്കാൻ വേണ്ടി 100 കണക്കിന് ആളുകൾ കാത്തു നിൽക്കുകയാണ്. അവിടുന്ന് ചെന്ന് 3 ദിവസം നിൽക്കുന്നത് ഖുബയിലാണ്. അവിടെയാണ് മസ്ജിദുൽ ഖുബ ഉള്ളത്. അവിടെ നിന്ന് ഇന്നത്തെ മദീന പള്ളി നിൽക്കുന്ന ഇടത്തേക്ക് ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മദാ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസു ഫീനാ ജിഅത ബിൽ അംരിൽ മുത്വാഇ ജിഅത ശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറ ദാഇ എന്ന് ചൊല്ലി നബി അങ്ങനെ പാട്ടുപാടി കൊണ്ടുപോവുകയാണ്. ഓരോരുത്തർ പറയുന്നുണ്ട്, നബിയെ എന്റെ വീട്ടിൽ താമസിക്കി, നബിയെ എന്റെ വീട് നല്ല വീടാണ്, നിങ്ങൾ അവിടെ നിൽക്കി. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? അവിടുന്ന് കയറിയ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് അവിടുന്ന് പറഞ്ഞു, എന്റെ ഒട്ടകത്തെ നിങ്ങളങ്ങ് വിട്ടേക്കു. ദഊഹാ ഫഇന്നഹാ മഅ്മൂറ. എന്റെ ഒട്ടകത്തെ നിങ്ങളങ്ങ് വിട്ടോളൂ, ഒട്ടകത്തിനറിയാം എവിടെയാണ് ഇറങ്ങേണ്ടത്. കേട്ടിട്ടില്ലേ അത്? നിങ്ങളുടെ മുഖമൊന്നും കാണാത്തത് കൊണ്ടാണ് ഞാൻ മുഖം നോക്കാതെ സംസാരിക്കുന്നത്. എന്നാലും തലങ്ങനെ ആട്ടുകയാണെങ്കിൽ എനിക്കറിയാം. കേട്ടിട്ടില്ലേ അത്? അവസാനം ആ ഒട്ടകം മുട്ടുകുത്തിയപ്പോൾ ആ മുട്ടുകുത്തിയ സ്ഥലത്തിന്റെ അവിടെ റസൂൽ താമസിച്ചു. അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ അവിടെ, അതിന്റെ പരിസരത്തുള്ള റസൂൽ പള്ളി ഉണ്ടാക്കുകയും ചെയ്തു. അതല്ലെങ്കിലും ഒരു വീട്ടിൽ മൃഗങ്ങൾ ഉണ്ടാവുക എന്നത്, ജീവജാലങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വലിയ ബറക്കത്താകുന്നു. കോഴി ഉണ്ടാവുക, ഇന്നെവിടെ ആടുണ്ടാവുക, പശു ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരു വീട്ടിൽ. പൂച്ച ഉണ്ടാവുക, പൂച്ചനൊന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഉള്ള പൂച്ചെല്ലാം കൂടെ പെറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ വീട് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊഴിവാക്കാൻ നമ്മൾ മാർഗം നോക്കണം. പക്ഷെ ഒരു പൂച്ചയൊക്കെ അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. കോഴി ഉണ്ടാവല് വലിയ അനുഗ്രഹമാണ്. കോഴി കൂവുന്നത് കേട്ടാൽ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. ഫഇന്നഹാ റഅത് മലകാ. ആ കോഴി അല്ലാഹുവിന്റെ ഒരു മലക്കിനെ കണ്ടിട്ടുണ്ട്. ആ കോഴി നിങ്ങളെ പ്രഭാതത്തിൽ നമ്മൾ ഉറങ്ങുമ്പോ വിളിച്ചുണർത്തുന്ന ജീവിയാണല്ലോ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാട് വീട്ടിലുണ്ടാവുക, നല്ല ബർക്കത്ത്.
അതല്ലെങ്കിൽ ഒരു പശു ഉണ്ടാവുക, എന്നിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കണം. ഇന്നിപ്പോ കോഴിയൊക്കെ ഉണ്ട്, വീട്ടിലില്ല എന്ന് മാത്രം. ചിക്കൻ സ്റ്റാളുകളിൽ നമ്മെ കാത്തിങ്ങനെ ഇരിക്കുകയാണ്. ഹോട്ടലിൽ ചെന്നാലോ വലിയൊരു കിതാബാണ് നമ്മുടെ പലരുടെയും മുമ്പിൽ വന്ന് വെക്കുക. അതിങ്ങനെ മറിച്ചു നോക്കിയാൽ ഉണ്ടാവും കോഴി പൊരിച്ചത്, കരിച്ചത്, ബോധം കെടുത്തിയത്, നിർത്തിയത്, ഇരുത്തിയത്, കിടത്തിയത്, എന്തെല്ലാം ഐറ്റാണ്. അങ്ങനെയൊക്കെ സുപരിചിതാണ് കോഴി. വീട്ടിൽ കോഴിയെ വളർത്തുക എന്നുള്ളത് അപൂർവമാണ്. എന്തിനാന്നറിയോ? ഒരു വിശ്വാസിക്ക് വേസ്റ്റ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ചോറ് ബാക്കിയായി. നമ്മൾക്ക് എന്നും കോഴിക്ക് അല്ലെങ്കിൽ ആടിന് നമ്മൾക്ക് എന്നും ബിരിയാണി വെച്ച് കൊടുക്കുക, അതല്ലെങ്കിൽ കോഴിക്ക് എന്നും നല്ല പിന്നെ നെയ്ച്ചോറ് വെച്ച് കൊടുക്കുക എന്നുള്ളത് നടക്കൂലല്ലോ. എന്ത് ചെയ്യാ? ചോറ് അത് കുറച്ച് ബാക്കിയായി, അതല്ലെങ്കിൽ നമ്മുടെ വല്ലതും ബാക്കിയായി, അത് അവക്ക് കൊടുക്കാമല്ലോ. നമ്മൾ ചോറ് വെച്ചു, അതിന്റെ കഞ്ഞിയുടെ വെള്ളമുണ്ട്, വേസ്റ്റിന്റെ വെള്ളമുണ്ട്, അത് നമുക്ക് പശുവിന് കൊടുക്കാമല്ലോ. തന്നെയുമല്ല, ആ ജീവജാലങ്ങളിൽ നിന്ന് നമുക്കൊരുപാട് നിഅമത്തുകൾ ലഭ്യമാകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ വീട്ടിൽ ഒരു മൃഗം ഉണ്ടാവുക എന്നത് നല്ലതാണ്. അത് വളർത്തു മൃഗങ്ങളാവണം, വളർത്താൻ പറ്റിയതാവണം, സ്വതന്ത്രമായിട്ട് അഴിച്ചുവിടുന്നതാവാൻ പറ്റണം. തത്തയെ പിടിച്ച് കൂട്ടിലിടാൻ പാടില്ല, അണ്ണാറ കണ്ണനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അവയുടെയൊന്നും സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ പാടില്ലെന്ന. കോഴിയെ വളർത്തുക എന്നുള്ളത് സ്വാതന്ത്ര്യത്തെ ഹനിക്കലല്ല. അതുപോലെ തന്നെ ആടിനെ വളർത്തുക എന്നുള്ളത് അവയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കലല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്നാൽ ഒരു ജീവി നമ്മുടെ വീട്ടിൽ ഉണ്ടാവൽ അത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട ഒന്നാണ്. അത് മറ്റൊന്നുമല്ല, അത് പട്ടിയാണ്. പട്ടിയെ വളർത്തുക, ഇവിടെ പട്ടിയെ വളർത്തുന്നവരുണ്ടാവില്ല എന്ന് എനിക്കറിയാം, എന്നാലും പറയാലോ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നു, അപ്പൊ അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ എവിടെന്നെങ്കിലും ഒരു പട്ടിയെ വളർത്താൻ വേണ്ടി തീരുമാനിച്ചിട്ട് പട്ടിയെ വാങ്ങാൻ പോയാലോ? പട്ടിയെ വളർത്താൻ പാടില്ല. പഴയ കാലത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ചില അനുവാദങ്ങൾ നൽകിയിരുന്നു. ഉദാഹരണമായിട്ട്, ആ പട്ടിയെ വളർത്തുകയാണെങ്കിൽ ആ പട്ടിയെ ചില കാര്യങ്ങൾക്ക് വേണ്ടി വളർത്താൻ പറഞ്ഞിരുന്നു. ഒന്ന് കൃഷിക്ക് വേണ്ടി വളർത്തുക, അതല്ലാന്നുണ്ടെങ്കിൽ ആ പട്ടിയെ കാവലിന് വേണ്ടി വളർത്തുക എന്നുള്ളതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അതുപോലെ തന്നെ വേട്ടയ്ക്ക് വേണ്ടി വളർത്തുക. ഇതിൽ രണ്ടും ഈ കാലഘട്ടത്തിലുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കൃഷിക്ക് വേണ്ടി പട്ടി വളർത്താറുണ്ടോ? അറിയോ? എന്നാ ഞാൻ പറയട്ടെ, നമ്മളൊക്കെ എന്ത് കൃഷി കണ്ടിട്ടുണ്ടോ? നമ്മളൊന്നും കൃഷി കണ്ടിട്ടില്ലല്ലോ. നമ്മളൊക്കെ ആ കൃഷിയിലൂടെ ലഭ്യമാകുന്ന അരി കൊണ്ടുള്ള ഭക്ഷണം ഇങ്ങനെ കഴിക്കുക എന്നല്ലാതെ കൃഷി എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് നെല്ലുകളും അതുപോലെയുള്ള സംഗതികളുള്ള കൃഷിയിടങ്ങൾ, അതുപോലെ ഫാമുകൾ ഉണ്ടാവും. ആടുകളെ, പോത്തുകളെയൊക്കെ വളർത്തുന്ന, താറാവുകളെയൊക്കെ വളർത്തുന്ന വലിയ വലിയ ഫാമുകൾ ഉണ്ടാവും. ഈ ഫാമുകളുടെ കാവൽക്കാരായിട്ട് പട്ടികൾ വേണ്ടി വരും. ഞാൻ ഒരാളോട് അന്വേഷിച്ചു. അപ്പൊ നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് ഇപ്പൊ എന്താണ് ഏറ്റവും രക്ഷപ്പെടാനുള്ള മാർഗം? CCTV ക്യാമറ വെക്കുക എന്നുള്ളതാണ്. ഈ പശുവിനെ അല്ലെങ്കിൽ ഈ ആടിനെ വളർത്തുന്നിടത്തേക്ക് അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഭീകരജീവി വരികയാണ്, അതല്ലെങ്കിൽ അവന്റെ നെല്ലോ കപ്പയോ ഒക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പന്നി വരികയാണ്. CC ക്യാമറ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ? പന്നി വിചാരിക്കുകയാണ്, പഠിച്ചോനെ CCTV ക്യാമറ ഉണ്ട്, അതുകൊണ്ട് തൽക്കാലം അത് നശിപ്പിക്കാൻ പാടില്ല, എന്നെ നാളെ പിടിച്ചേക്കും. നടക്കുവോ? അവിടെയാണ് പട്ടി എന്ന ജീവി പരിശീലനം നൽകപ്പെട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് രക്ഷ ഉണ്ടാവും. ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പട്ടിയെ ഉപയോഗിച്ച് വേട്ടയാടുന്നതിനെ സംബന്ധിച്ച് വലിയ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഞാൻ കരുതിയിരുന്നത് ഇന്ന് അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്നും അങ്ങനെ പട്ടിയെ ഉപയോഗിച്ച് വേട്ടയാടുന്ന രീതികളുണ്ട് അത്രേ. പക്ഷേ നമ്മുടെ വീടുകളിൽ ഇന്ന് കാവലിന് വേണ്ടി പട്ടികളെ നിർത്തുക എന്ന് പറയുന്നത് തീർത്തും അനാവശ്യമായ ഒരു സംഗതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പട്ടികളെ കാവലിന് വേണ്ടി ഉപയോഗിക്കുക വീടുകളിൽ.
മാത്രമല്ല അത് വളരെ കുറവാണ്. ചില ആളുകൾ ഒരു അലങ്കാരത്തിന് വേണ്ടി, ചില ആളുകൾ അതൊരു പ്രശസ്തിക്ക് വേണ്ടി, ചില ആളുകൾ വാങ്ങുന്ന പട്ടികളുടെ വിലയൊക്കെ ചിലപ്പോൾ പത്രങ്ങളിലൂടെയൊക്കെ വരാറുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, അങ്ങനെ കേവലം ആവശ്യമില്ലാത്ത രീതിയിൽ കാവൽ എന്ന പേരിൽ, നമ്മൾ വീട്ടുകാവൽ എന്ന പേരിൽ പട്ടിയെ വളർത്തിയാൽ അല്ലാഹു അവന്റെ സൽക്കർമ്മങ്ങളിൽ നിന്ന് വലിയ ഒരു ഖീറാത്തിനെ കുറച്ചു കളയുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഒരു ഹദീസിൽ കാണാം, ലാ തദ്ഖുലുൽ മലായിക, ഒരിക്കലും അല്ലാഹുവിന്റെ മാലാഖമാർ പ്രവേശിക്കുകയില്ല, ബൈതം ഫീഹി കൽബുൻ ഔ സൂറ, രൂപങ്ങളോ പട്ടികളോ ഉള്ള വീട്ടിൽ. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളുടെ വീടുകളിലൊക്കെ പലപ്പോഴും രൂപങ്ങൾ ഉണ്ടാവും. വിശ്വാസികളെ ആ രൂപങ്ങളെ നമ്മൾ നീക്കം ചെയ്യണം. ചിലപ്പോ ചില രാജ്യങ്ങളിലൊക്കെ പോയാൽ, നമ്മളൊക്കെ പല രാജ്യങ്ങളിലും പോകുന്നവരാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഡോക്ടറൊക്കെ ഉണ്ട്. ഡോക്ടറൊക്കെ വലിയ സഞ്ചാരപ്രിയനാണ്. എൻ്റെ കുറച്ച് സുഹൃത്തുക്കളോടുകൂടെ ഡോക്ടറെ അടുത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓരോ രാജ്യത്തും നമ്മൾ ചെല്ലുമ്പോ ആ രാജ്യത്തിന്റെ സിമ്പലായിട്ട്, ഇപ്പൊ ഇന്ത്യയിൽ വരുന്ന ഒരാൾക്ക് ചിലപ്പോ താജ്മഹൽ കൊടുക്കും, താജ്മഹലിന്റെ രൂപം കൊടുക്കും, അതല്ലെങ്കിൽ കുത്തബ് മിനാറിന്റെ രൂപം കൊടുക്കും, ചെങ്കോട്ടയുടെ ഒരു രൂപം കൊടുക്കും. ഇന്ത്യയിൽ വരുന്ന ഒരാൾക്ക് ഇന്ത്യ അത് വാങ്ങിക്കൊണ്ടുപോകും. അതേപോലെ ഓരോ രാജ്യത്ത് ചെന്നാലും അതിന്റെ ഇപ്പോ ഈജിപ്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പിരമിഡിന്റെ വലിയ രൂപം കിട്ടും. അപ്പൊ ഞാൻ അവിടെ ഗ്ലോബ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയാം. ഓരോ രാജ്യത്തിന്റെയും അഭിമാനത്തിന്റെ ചിഹ്നമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന സാധനങ്ങൾ ആ രാജ്യത്തെ നമ്മൾ പോയതിന്റെ ഓർമ്മക്ക് വേണ്ടി ചില രാജ്യത്ത് ചെന്നാൽ പലയിടത്തും പ്രതിമകളാകിട്ട പല പ്രതിമകളും. ഈജിപ്തിൽ തന്നെ സ്ഫിങ്സിന്റെ പ്രതിമ കിട്ടും, അതുപോലെയുള്ള രൂപങ്ങൾ. അതുപോലെ നമ്മളിങ്ങനെ പല ചില വീടുകളിലൊക്കെ ചെന്നാൽ കാണാം, ഷോക്കേസിൽ ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ടാവും കളിപ്പാട്ടങ്ങളല്ലാത്ത രീതിയിലുള്ള കളിപ്പാട്ടങ്ങൾ, വലിയ വലിയ ബൊമ്മകൾ കാറിൽ വെക്കും ചില ആളുകൾ. മുഅ്മിനീങ്ങൾ, നമ്മൾ ഈമാനുള്ളവരാണ്. നമ്മളുടെ അശ്രദ്ധ കൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ നമ്മിൽ നിന്ന് അകന്നു പോകരുത്. ലാ തദ്ഖുലുൽ മലായിക ബൈതം ഫീഹി കൽബുൻ ഔ സൂറ. നമ്മുടെ വീടുകൾ അല്ലാഹു പറയുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അർബഉം മിനസ് സഅദ, ഒരു വ്യക്തിയുടെ വിജയത്തിന്റെ അടയാളങ്ങൾ 4 എണ്ണമാണ്. ഒന്ന്, അൽ മർഅതു സ്വാലിഹ, സദ്വൃത്തയായ ഭാര്യ. ഒരു വീടിന്റെ അന്തരീക്ഷത്തിൽ ഉണ്ടാവേണ്ട കാര്യത്തെ കുറിച്ചാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഒന്ന് ഉറക്ക സ്വലാത്ത് ചൊല്ലിക്കേ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരാളുടെ ഏറ്റവും വലിയ ഭാഗ്യം അൽ മർഅതു സ്വാലിഹ, നല്ല ഭാര്യ. വീടിന്റെ അന്തരീക്ഷത്തിൽ അങ്ങനെയാവണം. എങ്ങനെ? പഴയ കാലത്തൊക്കെ പറയാറുണ്ട്, കല്യാണം കഴിഞ്ഞാൽ ആദ്യം ഭർത്താവ് പറഞ്ഞാൽ അത് ഭാര്യ കേൾക്കും. കല്യാണം കഴിഞ്ഞിട്ട് ഒരു ചായ, ഒരു കാപ്പി കേൾക്കും. അത് കഴിഞ്ഞ 2 മാസം കഴിഞ്ഞാലോ ഭാര്യ പറഞ്ഞാൽ ഭർത്താവ് കേൾക്കും. ഇവിടുത്തെ അവസ്ഥയെ കുറിച്ചല്ലേ? അത് കഴിഞ്ഞൊരു 6 മാസം കഴിഞ്ഞിങ്ങനെ തുടങ്ങുമ്പോൾ ഇവർ രണ്ടാളും പറയുന്നത് നാട്ടുകാർ കേൾക്കും എന്നൊരു പൊതു വർത്തമാനമുണ്ട്. ശബ്ദം ഉയരാൻ തുടങ്ങി, വീടിന്റെ ചുമരുകൾ ഭേദിച്ചത് നാട്ടുകാർ കേൾക്കാൻ തുടങ്ങി. അല്ലേ? അങ്ങനെയല്ല, സന്തോഷത്തോടെ സുബ്ഹിക്ക് വിളിച്ചുണർത്തുന്ന ഭാര്യ, നന്മകൾക്ക് പ്രേരിപ്പിക്കുന്ന ഭാര്യ, വഅദിന് പോകാൻ പറയുന്ന ഭാര്യ, സ്വതക്ക ചെയ്യാൻ പറയുന്ന ഭാര്യ, നമുക്കൊന്ന് ഉംറക്ക് പോകാം, ഒന്ന് ഹജ്ജിന് പോകാം എന്ന് പറയുന്ന ഭാര്യ. അങ്ങനെയുള്ള നല്ല ഒരു പെണ്ണ്. വൽ മസ്കനുൽ വാസിഅ, വിശാലമായ താമസ സ്ഥലം ഒരാൾക്ക് അല്ലാഹു നൽകുന്ന വിജയത്തിന്റെ അടയാളമാണ്. അല്ലാഹുവേ, വീടില്ലാത്ത ആരെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് നീ നല്ല വീട് കൊടുക്കണേ അല്ലാ. നിങ്ങളൊന്ന് ആമീൻ പറയൂ. നമ്മളുടെ കൂട്ടത്തിലുണ്ടാകുമല്ലോ. ഞങ്ങൾ ഉസ്താദ് ഇങ്ങനെ വീടിനെ കുറിച്ച് വാള് പറയുമ്പോ ഒരു വീടിന്റെ എത്ര കാലത്തെ സ്വപ്നമാ. ഇന്ന് ഞാനൊരു വ്യക്തിയോട് സംസാരിച്ചപ്പോ ആ വ്യക്തിയുടെ അടുക്കൽ വന്ന് ഒരു സഹോദരൻ വല്ലാത്ത സങ്കടം പറഞ്ഞ ഒരു കഥ എന്നോട് പറഞ്ഞു.
ഉസ്താദേ, വാടക വീട്ടിലാ താമസിക്കുന്നത്, വാടക കൊടുക്കാൻ മാർഗമില്ല, കഷ്ടപ്പെടുകയാ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ആ വാടകയിലേക്കൊന്ന് കൊടുക്കണം, അതല്ലെങ്കിൽ എന്റെ വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞ് എന്നോട് സംസാരിച്ച ആ മനുഷ്യനോടൊരു സഹോദരൻ കരഞ്ഞു പറഞ്ഞു എന്നതുപോലെ വാടകയ്ക്ക് താമസിക്കുന്നവർ, ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുന്നവരൊക്കെ ഉണ്ടാകും. അല്ലാഹുവേ, ഈ വാളിന്റെ മജ്‌ലിസിൽ വന്നിരുന്ന് ഞങ്ങൾ ഈ വാള് കേൾക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് അവർക്ക് നീ നല്ല വീട് വെക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. ആമീൻ പറയൂ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരാൾക്ക് നമ്മൾ സ്വതക്ക നൽകേണ്ടത്, സഹായിക്കേണ്ടത് അവർക്ക് പലപ്പോഴും ആവശ്യമുള്ള ഘട്ടത്തിലാണ്. അതിൽ പെട്ടൊരു ഘട്ടമാണ് ഒരാൾ വീട് വെക്കുമ്പോൾ അയാളെ സഹായിക്കുക എന്നുള്ളത്. എന്തൊരു കൂലിയാണ് അതിന് കിട്ടുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കാരണം ഒരു വീടുണ്ടാക്കുക എന്നുള്ളത് കേവലം അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വീട് വെക്കുക എന്നുള്ളത് ഈ ലോകത്തിന്റെ എല്ലാ സാമ്പത്തികമായിരിക്കുന്ന നിലവാരത്തെയും നിയന്ത്രിക്കുന്ന ഒന്നാണ്. നേരത്തെ ഇവിടെ ഉസ്താദ് പറഞ്ഞല്ലോ, ഓരോന്നും പരസ്പരം ബന്ധപ്പെട്ടതാണ്. നമ്മളുടെയൊക്കെ ജോലി ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണ്? നമ്മൾ വീട് വെക്കാൻ വേണ്ടി, ചില ആളുകൾ വീട് വെക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് വീട് വെച്ചു കൊടുക്കും. പ്ലാൻ വരക്കുന്ന ചില ആളുകൾ, കുറ്റിയടിക്കുന്ന ചില ആളുകൾ, കല്ല് വെട്ടുന്ന ചില ആളുകൾ, കല്ലിൽ ക്രഷർ മെറ്റലാക്കുന്ന ചില ആളുകൾ, സിമന്റ് ഉണ്ടാക്കുന്ന ആളുകൾ, കമ്പി വിൽപ്പന നടത്തുന്ന ആളുകൾ, മണലിന്റെ ആളുകളായ ആളുകൾ, മാഫിയ എന്നറിയാതെ പറഞ്ഞു പോയതാണ്. അങ്ങനെ എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്ന ആളുകൾ, അത് ചരക്കായി കൊണ്ടുപോയിട്ട് ലോറിക്ക് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ. ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഈ വീടിന്റെ ചുറ്റും കറങ്ങാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയാൻ കഴിയും. മൂന്നെണ്ണാണ് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യം. ഒന്ന് ഏതാ? ആദ്യത്തേത് ഭക്ഷണം, രണ്ടാമത്തേത് വസ്ത്രമാണ്, മൂന്നാമത്തേത് വീടാണ്. ഇതാണ് ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യം. സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു തആല പറയുമ്പോഴും സ്വർഗത്തിനെ കുറിച്ച് പറഞ്ഞത് അവർക്ക് ആ സ്വർഗത്തിൽ നല്ല ഭക്ഷണം ഉണ്ട് എന്നുള്ളതാണ്. അല്ലേ? സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു ഇങ്ങനെ പറയുമ്പോൾ സൂറത്തുൽ ബഖറയിൽ കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിർ റിസ്ഖ ഖാലൂ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ വഉതൂ ബിഹി മുതശാബിഹാ. ഭക്ഷണം, ഫീഹാ ഫാകിഹതു വനഖ്ലു വറുമ്മാൻ, അതിൽ പഴങ്ങളുണ്ട്, അതിൽ റുമ്മാൻ പഴമുണ്ട്, അതിൽ ഈന്തപ്പഴമുണ്ട്. സ്വർഗത്തിലുള്ള ഭക്ഷണങ്ങൾ പറയണില്ല. സ്വർഗത്തിൽ നല്ല വീട് കിട്ടും, അല്ലേ? ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറൂ വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ. കണ്ടോ? ഉലൈക, അല്ലാഹുവിനെ നന്നായിട്ട് അനുസരിച്ച് നടക്കുന്ന പടച്ചോന്റെ അടിമകളായ ആളുകളുണ്ടല്ലോ, യുജ്സൗന, ഒരു പ്രതിഫലം നൽകപ്പെടും, അൽ ഗുർഫത, സ്വർഗത്തിലുള്ള ബെഡ്റൂമുകൾ. സ്വർഗത്തിൽ അങ്ങനെ തന്നെ ഭക്ഷണം, വസ്ത്രമോ വജസാഹും ബിമാ സബറൂ ജന്നതൻ വഹരീറാ, പട്ടിന്റെ ഉടയാടകൾ, നേർത്ത പട്ടിന്റെ വസ്ത്രങ്ങൾ, കമനീയമായ ഉടയാടകൾ, ആഭരണങ്ങൾ. സ്വർഗം അങ്ങനെ തന്നെയാണ്. ദുനിയാവിലെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, വിശാലമായ വീട് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് നമ്മൾ വീടെടുക്കുമ്പോ ഓരോ റൂമിനും നമ്മൾ അളവ് നിശ്ചയിക്കും. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞ എന്താണ്? വിശാലമായ വീട്, അൽ മസ്കനുൽ വാസിഅ. അപ്പൊ ഞാൻ അവിടെ നിന്നാണ് തുടങ്ങിയത്. നമ്മൾ ഇവിടുന്ന് അതുവരെയുള്ള വലിയ റൂം, വല്ല ഷട്ടിൽ കോർട്ടിനെ പോലുള്ള റൂമുകൾ, അതാണോ വിശാലമായ വീട് എന്ന് പറഞ്ഞാൽ? അല്ല. മനസ്സിന് വിശാലതയുള്ള വീട്. ഞാൻ ഒരിക്കലൊരാളുടെ വീട്ടിൽ പോയി, നമ്മൾ അങ്ങോട്ട് ചെന്നപ്പോ നമുക്ക് തോന്നിപ്പോയി ഇത് ഭയങ്കര എടുക്കാണല്ലോ. മൂപ്പരിനോട് അൽഹംദുലില്ലാ, എന്തൊരു സൗകര്യാന്നറിയ എന്റെ വീട്ടിൽ.
നമുക്ക് തോന്നൂല അങ്ങനെ. അത് ഈമാന്റെ കുറവാ. നമുക്ക് എത്രയായാലും മനുഷ്യന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ അതിന് അല്പായുസേ ഉള്ളൂ. ഒരു സ്വിഫ്റ്റ്, ഒരു ആൾട്ടോ കാർ എടുത്താൽ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു അത് സ്വിഫ്റ്റ് ആക്കണം. അത് കഴിഞ്ഞാൽ അത് അതിനേക്കാളും വലുതാക്കണം. അത് കഴിഞ്ഞാൽ 4 മാസം കഴിഞ്ഞാൽ അത് അതിനേക്കാളും വലുതാക്കണം. താഴോട്ട് നോക്കില്ല, മുകളിലേക്കേ നോക്കുള്ളൂ. എന്നതുപോലെ തന്നെയാണ് വീടിന്റെ കാര്യവും. ഒരാളുടെ വിജയം എന്താണ്? അൽ മസ്കനുൽ വാസി'. ആ വീട്ടിൽ അല്ലാഹു അനുഗ്രഹം പെയ്തു തരും. പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു ആ വീടിനെ കാക്കും. അതാണ് ഒരാളുടെ വിജയത്തിന്റെ അടയാളം. പിന്നെയോ വൽ ജാറുസ് സ്വാലിഹ്, നല്ല അയൽവാസി, അവന് ഗുണം ചെയ്യുന്ന അയൽവാസി, ഉപദ്രവിക്കാത്ത അയൽവാസി. വൽ മർകബുൽ ഹനീ, അവന് ശാന്തമായ ഒരു വാഹനം. അങ്ങനെ ഒരാൾക്ക് കിട്ടുന്ന അനുഗ്രഹമാണ്. ഇപ്പൊ നല്ല വാഹനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവന്റെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനം. ചില ആൾക്കാരുണ്ട് വാഹനം വാങ്ങി അന്ന് തന്നെ കൊണ്ടുപോയിട്ട് ഒരു പോസ്റ്റിന് കുത്തി. പോസ്റ്റ് പറഞ്ഞാൽ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടാവില്ലേ, അതിനുകൊണ്ടുപോയിട്ട് കുത്തി. ആ പോസ്റ്റ് നന്നാക്കാനും വാഹനം നന്നാക്കാനും എല്ലാം കൂടെ ആയിട്ട് ആ വാഹനത്തെക്കാളും വലിയ കാശ്. യാ അല്ലാഹ്, അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ അതവൻ നന്നാക്കിയിട്ട് പിറ്റേ ദിവസം റിവേഴ്സ് എടുക്കുമ്പോൾ അതിന്റെ ബാക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ട് അങ്ങനെ ഉണ്ടാവും. എന്താ അപ്പൊ ചെയ്യാൻ? എന്താ അങ്ങനെ ഉണ്ടാവുക? പറയുന്ന കാര്യം എന്താണ്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ചില ആളുകൾക്ക് അശ്ശുഉമു ഫിദ്ദാർ, ചിലപ്പോൾ ചില വീടുകളിൽ അല്ലാഹു തആല അവലക്ഷണം തരുന്നു. എല്ലാ വീടും ഒരേപോലെയാണെന്നല്ല. ചിലപ്പോൾ ചില വീട്ടിൽ നമ്മൾ താമസിച്ചു തുടങ്ങുമ്പോ ഒരു സുഖമില്ല, അവിടെ ഒരു സൗകര്യമില്ല, നമുക്ക് അങ്ങനെ തോന്നുകയാണ്. മാനസികമായിട്ട് നമുക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ചില വീടുകൾക്ക് അങ്ങനെ ഉണ്ടാവും, ചില വാഹനങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകും, ചില ഇണകൾക്ക് അങ്ങനെ ഉണ്ടാവും. റസൂലുള്ള പറഞ്ഞ കാര്യമാണ്. ചിലപ്പോ അങ്ങനെ ഉണ്ടാവൂലേ. സംഭവം ഉണ്ട് അങ്ങനെ. നമ്മൾ അന്വേഷിച്ചാ പറയും ത്വലാഖവരായി, അവർ പരസ്പരം ഡൈവോഴ്സ് ആയി പോയി. എന്താ കാരണം എന്ന് ചോദിച്ചാൽ രണ്ടാളും കാരണം പറയില്ല. അവസാനം രണ്ടാളും കാരണം പറയാതെ എന്തായിരിക്കും കാരണം? മനപ്പൊരുത്തല്ല. അപ്പൊ അതിനുള്ള മാർഗം അത് തന്നെ. എന്ത്? ആ വീട് ഒഴിവാക്കുക, അതുപോലെ തന്നെ ആ വാഹനം ഒഴിവാക്കുക, അതുപോലെ ആ ഒരു പക്ഷേ അവർ വൈവാഹിക ബന്ധം വിച്ഛേദിക്കേണ്ടി വരും. അവർക്ക് അങ്ങനെ പൊരുത്തമില്ല എങ്കിൽ വീടിന് നമ്മൾ സ്ഥാനം നോക്കുമ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, തോന്നുന്നിടത്തങ്ങ് വീട് വെക്കാമല്ലോ. പറ്റില്ല, ഓരോന്നിനും ഓരോ സ്ഥാനമുണ്ട്. നമ്മൾ വെള്ളത്തിന് സ്ഥാനം നോക്കാറില്ലേ? അല്ലേ? നമ്മൾ തോന്നുന്നിടത്തൊക്കെ വെള്ളം കുഴിച്ചാൽ വെള്ളം കിട്ടൂലല്ലോ. വീടിന് സ്ഥാനം നോക്കാറുള്ളത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുന്ന് സ്വഹാബികൾ പറയുകയാണ്, നബി തിരുമേനി മൂത്രമൊഴിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആ മൂത്രമൊഴിക്കുന്ന ഇടം നോക്കുമായിരുന്നു. കമാ യർതാദു മൻസിലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വീടിന് സ്ഥാനം നോക്കുന്നത് പോലെ. അങ്ങനെ അല്ലാഹു തആല എല്ലാം കൊണ്ടും അങ്ങനെ ഒരു വീട് നൽകിയാൽ മുഅ്മിനീങ്ങളെ തോന്നുന്നത് പോലെ വീടുണ്ടാക്കുക എന്നുള്ളതല്ല. നമ്മൾ ഹജ്ജിനെ സംബന്ധിച്ച് പറയാറുണ്ടല്ലോ, ഇത് പുതിയ സഹോദരന്മാർക്കും സഹോദരിമാർക്കുമാണ്, പ്രത്യേകിച്ച് യുവാക്കളായവർക്കാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു ട്രെൻഡ് എത്രയും പെട്ടെന്ന് വീടുണ്ടാക്കുക എന്നുള്ളതാണ്. വീട് അഹങ്കാരത്തിന്റെ ചിഹ്നമാകരുത്. എത്രയും വേഗം വീടുണ്ടാക്കുക. ഞാന് ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ വീട്ടിൽ പോയി. പുതിയൊരു വീട് ഉദ്ഘാടനമാണ്. വീടുദ്ഘാടനത്തിന് പോയിട്ട് പുതിയ വീടുണ്ടാക്കുകയാണ്. മക്കളാരും കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ എന്നോട് പറയാണ്, ഇത് ഇവനുള്ളതാ മോൻ, ഒരു ചെറിയ മോൻ, ഇത് ഇവനുള്ളതാ. എന്നിട്ട് പറഞ്ഞു, ആ 2 സ്ഥലതാ, അവിടെയും കൂടെ മറ്റേ ഇവനും കൂടെ വീട് വെക്കാനുള്ള ഇപ്പൊ തന്നെ വാപ്പ തീരുമാനിച്ചു വെച്ചിരിക്കുക. എന്തിന്? നമ്മൾ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിന്റെ ഒരു പരാജയമാണ്. കാലഘട്ടത്തിലെ ജനങ്ങളുടെ മാനസികാവസ്ഥയാണ്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ നമ്മളുടെയൊക്കെ വീട്ടിൽ എത്ര അംഗങ്ങളായിരുന്നു. ചെറുപ്പത്തിൽ എന്നല്ല, ഈ സമയം അടുത്ത് വരെ ഒരുപാട് അംഗങ്ങൾ. എന്തൊരു രസാണത്, പരസ്പരം പങ്കുവച്ചും ചിരിച്ചും കളിച്ചും. എന്നാൽ ഇന്നോ ഒറ്റപ്പെടുക.